അമ്മായിച്ചൻ്റെ ദിവസം തോറുമുള്ള ചില പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മരുമകൾക്ക് അസൂയ സഹിക്കാൻ പറ്റിയില്ല. അവൾ അതിശക്തമായി അതിനെതിരെ പ്രതികരിച്ചു, പ്രവർത്തിച്ചു. എന്തായിരിക്കും അത്? അതിന് നമ്മൾ സുമിനയുടെ മേലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് സുമിന. യഥാർത്ഥ പേരൊന്നുമല്ല. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി ഞാനൊരു DTP സെൻറ്ററിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അവിടെ വന്ന എൻ്റെ ഭർത്താവ് എന്നെ കണ്ടിഷ്ടപ്പെട്ട് ആലോചിക്കുകയായിരുന്നു. ഭർത്താവിൻ്റെ അമ്മയ്ക്ക് എന്നോട് ആദ്യ സമയത്ത് ഒട്ടും താല്പര്യമില്ല. പിന്നെ അവർ സമ്മതിച്ചു, എൻ്റെ ഭർത്താവിൻ്റെ നിർബന്ധം കൊണ്ട്. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. എൻ്റെ അമ്മയ്ക്കും അച്ഛനുമൊക്കെ ഈ കല്യാണം വലിയൊരു ലോട്ടറി ആയിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്, നന്നായി സമ്പാദിച്ചിട്ടുണ്ട്, വീട്ടിൽ ധാരാളം സ്വത്തുണ്ട്, അമ്മായച്ചന് ഗവൺമെൻറ് ജോലിയുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും കോളടിച്ചെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു. എനിക്കും അത് തെറ്റായി തോന്നിയില്ല. കാര്യം, സൗന്ദര്യമുള്ള ഒരാൾ. ഒരിക്കലും ഞാൻ ഇങ്ങനൊരാൾ വന്ന് എന്നെ പ്രപ്പോസ് ചെയ്യുമെന്ന് വിചാരിച്ചതേയല്ല. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് പലരുമായിട്ടും ചെറിയ രീതിയിലുള്ള ക്രഷുകളുണ്ട്. പക്ഷേ അത് അമിതമാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാര്യം, പലർക്കും മുതലെടുപ്പുകളാണ് ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളെ ഇട്ടിട്ട് പോകും. സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് പ്രേമങ്ങളിൽ ഞാൻ കുറച്ചൊക്കെ സുരക്ഷിതത്വം നോക്കിയിരുന്നു. കറങ്ങാനൊക്കെ പോകും, പക്ഷേ സെൽഫി എടുക്കുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന് ഞാനില്ല. പിന്നെ ആകെക്കൂടി ഞാൻ സമ്മതിച്ചിരുന്നത് പോപ്പോയ്ക്കാണ്. അതിപ്പോൾ എൻ്റെ കാമുകന്മാർ എന്തെങ്കിലും തയ്യാറെടുക്കുകയാണെങ്കിൽ ഞാൻ പറയും അതായിക്കോ. പക്ഷേ മറ്റേതെങ്കിലും മേഖലകളിലേക്ക് കടന്നു കയറി കഴിഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം മനസ്സിലാകും. എനിക്ക് എൻ്റേതായ ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ പ്രേമങ്ങൾ. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ആർക്കും എന്നെ കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ല. എന്നെ കണ്ടിഷ്ടപ്പെട്ട് അവർക്ക് വേറെ പല കാര്യങ്ങളുമായിരുന്നു ഉദ്ദേശം. അങ്ങനെയാണല്ലോ ജോലിക്ക് കയറിയിട്ടും എന്നെ ആരും കല്യാണം കഴിക്കാതിരുന്നത്. എന്തായാലും ഇതെനിക്ക് ലക്കായിരുന്നു. മനസ്സിൽ ഇത്രയും നാളും ഞാൻ കൊണ്ടു നടന്ന കാര്യങ്ങളെല്ലാം സഫലീകരിക്കാൻ ഇതാ ഒരു രാത്രി വന്നെത്തി. അത് എനിക്ക് മനോഹരമായൊരു കാത്തിരിപ്പിൻ്റെ അവസാനമായിരുന്നു. ആദ്യ ദിവസം മുതലേ ഹസ്ബൻഡ് എന്നോട് അതീവ സ്നേഹമായിരുന്നു. എൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ അദ്ദേഹം മിടുക്കനായിരുന്നു. പക്ഷേ ഒന്നിനും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ആശിച്ചു മോഹിച്ച് ഞാൻ വരുമ്പോൾ നീ ഒരിക്കലും നോ പറയില്ലെന്നാണ് ആദ്യം എന്നോട് പറഞ്ഞത്. ഞാനും ഓർത്തു, എൻ്റെ ആശകളും മോഹങ്ങളും ഒക്കെ തുടങ്ങുന്നേ ഉള്ളൂ, ഞാനെന്തിനാണ് നോ പറയുന്നത്? ഈ സമയത്ത് ഞാനും സഹകരണ മനോഭാവം അതിയായി കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഗുണം. ആ ഗുണങ്ങൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു ഇച്ഛാഭംഗം വന്നു. പണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ടിട്ട് എൻ്റെ പഴയ കാമുകന്മാരുമായിട്ടൊക്കെ ഒന്നുല്ലസിച്ചിരുന്നെങ്കിൽ പല വ്യത്യാസങ്ങളും എനിക്ക് തിരിച്ചറിയാമായിരുന്നു. അന്ന് അതൊന്നും നടന്നില്ല. പറഞ്ഞിട്ടെന്താ കാര്യം? ശരിക്കും വിളക്കം എനിക്ക് വിവാഹശേഷമാണ് കിട്ടിയത്. ഭർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, സന്തോഷത്തിൽ നിന്നും. പിന്നെ ഒരു ദിവസം പോലും എനിക്ക് റെസ്റ്റ് ഇല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വിരുന്നിന് പോയി. ആ സമയത്ത് എൻ്റെ അനിയത്തി അവിടെ ഉണ്ട്. അവൾ നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യ ദിവസം പ്രശ്നമൊന്നുമില്ലായിരുന്നു. രണ്ടാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും അമ്മ രാവിലെ എന്നോട് പറയുകയാണ്, എടീ, നിൻ്റെ അനിയത്തി ഇവിടെ ഉള്ളതാണ്, സൂക്ഷിച്ചും കണ്ടു വേണമെന്ന്. എന്താ അമ്മേ? ആ, നിനക്കൊന്നും അറിയില്ലേ? ഇന്നലെ എന്തായിരുന്നടി? ഇതൊരു ചെറിയ വീടാണെന്ന് ഓർക്കണം. 3 മുറിയുണ്ട്. ബാക്കിയുള്ള മുറികളിലും ആളുകളുണ്ടെന്ന് ഓർക്കണം. ഞാൻ പറഞ്ഞ അമ്മേ, പുള്ളിയാണെങ്കിൽ അതങ്ങനെയാണ്. കല്യാണം കഴിയുമ്പോഴേക്കും ആണുങ്ങൾ വെറുതെ നോക്കിക്കൊണ്ടൊന്നും ഇരിക്കില്ല. എന്നാലും ആവേശം ഇത്തിരി കൂടിപ്പോകുന്നു. പിന്നെ നിന്നെ കുറ്റം പറയാൻ പറ്റില്ല. ആദ്യകാലങ്ങളിലല്ലേ ഉള്ളൂ ഈ ആവേശം. അത് സ്ത്രീകൾക്ക് അറിയില്ലല്ലോ. എന്തായാലും നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് നല്ലത് എന്നമ്മ എന്നോട് പറഞ്ഞു. കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ അന്ന് തന്നെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ വീട്ടിലെ പരിമിതികൾ എനിക്കറിയാമല്ലോ. അതുകൊണ്ട് ജീവിതം അദ്ദേഹം പോകുന്നത് വരെ സുരഭിലമായിരുന്നു. 3 മാസത്തെ ലീവ് ഉണ്ടായിരുന്നു. ഇനി പുള്ളിക്കാരൻ 1 വർഷം കഴിഞ്ഞേ വരികയുള്ളൂ. അമ്മായിമ്മ എന്നോട് സ്നേഹമായിട്ടാണ് പെരുമാറിയത്. പക്ഷേ അവർക്ക് ഹൃദ്രോഗമുണ്ടായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അമ്മായിമ്മ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അതെനിക്ക് വല്ലാത്ത ഷോക്കായിരുന്നു. അന്ന് ചേട്ടൻ 10 ദിവസത്തേക്ക് വന്നു. അത് കഴിഞ്ഞ് പോവുകയും ചെയ്തു. ഈ ഒരു സംഭവം കഴിഞ്ഞ് ഏകദേശം 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മാച്ചൻ റിട്ടയറായി. അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വന്നു. അതുവരെ അദ്ദേഹം മറ്റൊരു ജില്ലയിലായിരുന്നു. ഭർത്താവ് എന്നോട് പറഞ്ഞു, എടീ, അച്ഛൻ വളരെ നിരാശനായിരിക്കും. അമ്മ അച്ഛനെ അത്രയ്ക്ക് നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. പിന്നെ നീ വിഭവങ്ങൾ കൂടുതലായി ഉണ്ടാക്കണം. അച്ഛന് വാക്കി രുചിയായിട്ട് എപ്പോഴും ആഹാരം വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനെന്താ? അച്ഛനാണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ വാങ്ങിച്ചിടും. ആക്ച്വലി ചേട്ടൻ്റെ കാശ് അധികമൊന്നും ചിലവാക്കിയിട്ട് പോലും ഇവിടെ വരില്ല. അങ്ങനൊരു വീടാണ്.
പിന്നെ ഞാനെന്തിനു മടിക്കണം? അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വിഭവങ്ങൾ ചോദിച്ചറിഞ്ഞ് എന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ആദ്യത്തെ ഒരു 5-6 മാസമില്ലേ അമ്മായിച്ചൻ വളരെ നിരാശയിലായിരുന്നു. ആ, ഞാനും ഓർത്തു അങ്ങനെ ഇരിക്കട്ടെ എന്ന്. പിന്നെ മകൻ വിളിച്ചിട്ട്, അച്ഛാ ഇങ്ങനെ പോരാ, പണ്ടത്തെ പോലെ അച്ഛൻ എക്സസൈസ് ചെയ്യണം, ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസിന് പോകണം, വേറെ ജോലിക്ക് ജോയിൻ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു. മകന് വലിയ കാര്യമാണ്. അതുകൊണ്ട് അച്ഛൻ പിന്നീട് രാവിലെ ഓടാൻ പോകാൻ തുടങ്ങി. നല്ല കായിക ബലമുള്ള ഒരു ദേഹമാണ് അദ്ദേഹത്തിൻ്റെതെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവിനേക്കാൾ നന്നായി ശരീരാരോഗ്യം ശ്രദ്ധിക്കാൻ അദ്ദേഹം മിടുക്കനാണ്. എന്തായാലും പുള്ളി ഒന്ന് ഉഷാറാകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എനിക്കും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തോട് വളരെ ബഹുമാനമാണ്. എന്നോട് വളരെ സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് സംസാരിക്കുന്നത്. അന്ന് വരെ അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും എനിക്ക് യാതൊരു ദുരനുഭവങ്ങളും ഉണ്ടായിട്ടില്ല. സ്ത്രീകളെ അത്രയ്ക്കും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് അമ്മായിച്ചനെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സംഭവമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ചൻ്റെ സ്വഭാവം ജോളിയായി. കാര്യം പുള്ളിക്ക് ഫ്രണ്ട്സുണ്ട്, ഫ്രണ്ട്സിനെ വിളിക്കും, അവരെ കാണാൻ പോകും, ആകെ കൂടി ബിസിയാണ്. 3 നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നീടൊരു ദിവസം രാവിലെയിലെ ഓടാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അന്ന് പുട്ടും കടലക്കറിയുമാണ് ഉണ്ടാക്കിയത്. പുള്ളിക്കാരൻ ഫ്രഷായി വന്നപ്പോഴേക്കും ഞാൻ ചൂടുള്ള പുട്ടും കടലക്കറിയൊക്കെ ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചു. അച്ഛാ ഇന്ന് പുട്ടും കടലക്കറിയാണെന്ന് പുള്ളി എടുത്ത വായിക്ക് പറഞ്ഞു. ഓ വേണ്ട മോളെ, ഞാൻ ലഘുഭക്ഷണം കഴിച്ചു, ഇന്നെനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ഞാനൊരിടത്ത് പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഒരുങ്ങങ്ങ് പോയി മാഡം. ഉച്ചയ്ക്ക് വന്നു. പുള്ളി ഉച്ചയ്ക്ക് വരുമെന്ന് അറിയില്ലല്ലോ. കുറച്ച് വിഭവങ്ങളെ ഞാൻ ഉണ്ടാക്കിയുള്ളൂ, അതൊക്കെ ആസ്വദിച്ച് കഴിച്ചു. ഒന്നും പറഞ്ഞതുമില്ല. അച്ഛൻ എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഒരു അസോസിയേഷൻ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങൾക്ക് പോയതാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കൂടുതൽ ഒന്നും ചോദിച്ചില്ല. ഒരു ഗസറ്റഡ് പോസ്റ്റിൽ നിന്നും റിട്ടയർ ചെയ്ത ആളാണ്. നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ബഹുമാനമുള്ള ആളാണ്. പിന്നെ എങ്ങനെയാണ് അനാവശ്യമായിട്ട് ഒരു ചോദ്യങ്ങൾ ചോദിക്കാം? അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് നടന്നു മാഡം, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം വേണ്ട. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാനൊരു ലഘുഭക്ഷണം കഴിച്ചെന്നും. ഈ പോകുന്ന വഴിക്ക് പല കടകളുമുണ്ട്, അവിടെ നിന്നൊക്കെ കഴിക്കാം, എന്തായി ലഘുഭക്ഷണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ഒരു ദിവസമില്ലേ പുള്ളി ഓടാനോ നടക്കാനൊക്കെ പോയ സമയത്തില്ലേ ഞാനും പുറകിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കുറച്ചങ്ങ് ദൂരെ പോയി. പിന്നെ പിന്തുടരാൻ പറ്റിയില്ല. എന്തായാലും വരുന്ന സമയത്ത് ഒന്ന് ഇറങ്ങി നിന്ന് നോക്കാം, അല്ലെങ്കിൽ റോഡിൽ കൂടി കുറേ നേരം നടക്കാം, ഞാനും നടക്കാൻ ഇറങ്ങിയെന്ന് പറയാം. അമ്മായിച്ചൻ തിരിച്ച് നടന്നു വരാൻ സാധ്യതയുള്ള വഴിയിലൂടെ ഞാൻ മുന്നോട്ട് നടന്നു പോയി. പക്ഷേ ഇത്തിരി ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് ഒരു ചെറിയ ചായക്കടയുണ്ട്. ഒരു ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ യൂട്യൂബുകാരൊക്കെ ഇല്ലേ വന്ന് എന്തൊക്കെയോ തള്ളി മറിച്ചിട്ട് അവിടെ നിറയെ ആളുകൾ ഇപ്പോൾ രാവിലെ വരാൻ തുടങ്ങി. അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. രാവിലെ അപ്പവും സ്റ്റൂവും ഒക്കെ കിട്ടുന്ന ഒരു കടയാണ്. ഗീത ചേച്ചിയാണ് അത് നടത്തുന്നത്. എനിക്കവരെ അറിയാം. ഞങ്ങളുടെ ടെറസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വീടും കാണാം, ഈ കടയും കാണാം. ഞാൻ നോക്കിയപ്പോഴുണ്ട് അമ്മായിച്ചൻ അവിടെ ഇരുന്ന് അപ്പവും കറിയും വെട്ടി വിഴുങ്ങുന്നു. അതും റോഡ് സൈഡിലേക്ക് ഒരു കസേരയൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ ടേബിളിൽ. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഒന്ന് നാണിച്ച് ചിരിച്ചു. നല്ല നാണക്കെട്ടുണ്ട് എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. രാവിലെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് ഒന്നും കഴിക്കാതെ ഈ മനുഷ്യൻ അപ്പം തിന്നാൻ വേണ്ടി നടക്കുക. എൻ്റെ മനസ്സിൽ ശരിക്കും വല്ലാത്തൊരു ദേഷ്യം നുരഞ്ഞു വന്നു. ഞാനൊന്നും പറഞ്ഞില്ല. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗീത ചേച്ചി ചോദിച്ചു, ആഹാ മോൾക്കൊന്ന് രാവിലെ പുട്ടോ അപ്പോ മറ്റോ വേണോ? ഇറച്ചിക്കറിയുണ്ട്, കടലക്കറിയുണ്ട്. മോള് രാവിലെ ഒന്നും ഉണ്ടാക്കില്ലല്ലോ, അതുകൊണ്ട് സാറ് എന്നും വന്ന് എൻ്റെ അപ്പവും പിന്നെ പലവിധ കറികളും കഴിക്കും. എന്താ മോളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഇത്ര താമസിക്കുന്നതും? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ വെളുപ്പിനെ ഉണ്ടാക്കുന്നതാണ്, ഇങ്ങനെ എന്തൊക്കെയാണ് നാട്ടുകാരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അച്ഛൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ നിന്ന് കഴിക്കുന്നതാണ്, ചേച്ചിയുടെ കറികൾക്ക് നല്ല ടേസ്റ്റ് കാണും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നടക്കുകയാണെന്നുള്ള ഭാവേനെ മുന്നോട്ട് 1 കിലോമീറ്റർ നടന്നിട്ട് തിരിച്ചു വന്നു. അപ്പോഴേക്കും അമ്മായച്ചൻ വീട്ടിൽ ചെന്നിട്ടുണ്ട്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പൂമുഖത്തിരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്ത് തോന്നിയാ അവരോട് പറഞ്ഞത്? മോളെ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അവൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മരുമകൾ ചിലപ്പോൾ എഴുന്നേക്കാൻ താമസിക്കും, അപ്പോൾ അവൾ ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ അപ്പവും കറികളൊക്കെ കഴിക്കുന്നെന്നും ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഒരിക്കലും പറയരുത്, അവരുടെ അപ്പം അങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, അല്ലാതെ മരുമകളെ കുറ്റം പറഞ്ഞിട്ട് വേറൊരുത്തിടെ അപ്പം കഴിക്കരുത് എന്ന് ഞാനങ്ങ് പറഞ്ഞു.
പുള്ളി എന്നെ അടിമുടി നോക്കി. ഞാൻ എന്താ പറഞ്ഞത്, എന്തെങ്കിലും ആന്തരാർത്ഥമുണ്ടോ എന്നുള്ള അർത്ഥത്തിലായിരിക്കും. എന്തർത്ഥം വിചാരിച്ചാൽ എനിക്കൊന്നുമില്ല. സ്ത്രീകൾക്ക് അവരുടെ പാചകത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞതും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തിന്നാതെ പോകുന്നതും ഒക്കെ ഇല്ലേ, വലിയ പ്രശ്നമുള്ള കാര്യമാണ്. അടിമുടി ഞാൻ നിറഞ്ഞിരിക്കുകയാണ്. അമ്മാച്ചനാണെന്നൊന്നും അന്നേരം ഞാൻ നോക്കില്ല. ഞാൻ ഇത്രയും പറഞ്ഞ് ചവിട്ടിത്തുള്ളി അടുക്കളയിലേക്ക് അങ്ങ് പോയി. അമ്മാച്ചൻ്റെ പുറകെ വന്നു. സോറി മോളെ, ഗീതയുടെ അപ്പത്തിനും ഇറച്ചിക്കറിക്കും നല്ല രുചിയാണ്. തിന്നു കഴിഞ്ഞാൽ അങ്ങ് അഡിക്റ്റായി പോകും. അഡിക്റ്റ് ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. നീ എന്താ അർത്ഥം വെച്ച് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഒരർത്ഥം വെച്ച് പറയുന്നില്ല. ഞാനിവിടെ കഷ്ടപ്പെടുന്നതിനൊന്നും ഒരു വിലയില്ലെന്ന് ഓർത്താണ് ഞാൻ ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ല. അച്ഛൻ പറഞ്ഞതുപോലെ 12 മണിക്ക് തന്നെ എഴുന്നേക്കും. നാളെ മുതൽ ഈ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മായി ചിരിച്ചോണ്ട് പറഞ്ഞു, ആ അത് നല്ലതാണ്. ഗീതയുടെ കടയിലാണെങ്കിൽ അപ്പം മാത്രമല്ല പുട്ട്, ദോശ ഒക്കെയുണ്ട്. എങ്കിൽ 3 നേരം അച്ഛന് അവിടുന്ന് ആഹാരം കഴിക്കരുതോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ഞാനത് ആലോചിക്കാറുണ്ട്. അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ 3 നേരമല്ല 5 നേരം വേണമെങ്കിലും നല്ല രുചിയുള്ള ആഹാരം കൊണ്ടുവരും. ആഹാ, അപ്പോൾ എൻ്റെ ആഹാരത്തിന് രുചിയില്ലെന്നാണോ? അങ്ങനെയല്ലടി, കടയിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഇറച്ചിക്കറിക്കൊക്കെ എന്താ സ്വാദ്. അപ്പം എന്ത് നല്ലതാണ്, സൈഡെല്ലാം സോഫ്റ്റാണ് എന്ന് പറഞ്ഞു. എനിക്കിത് കിട്ടി ദേഷ്യം വന്നെങ്കിലും ഞാൻ സമയം പാലിച്ചു. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ നടക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് അപ്പവും ഇറച്ചിക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അച്ഛൻ കഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അന്നും കഴിച്ചില്ല. എനിക്ക് വല്ലാത്ത ദേഷ്യമായി. ഞാൻ ഒന്നും വേണ്ടിയില്ല, പിണങ്ങി നടന്നു. ഉച്ചയായി കഴിഞ്ഞപ്പോഴേക്കുമില്ലേ ഇട്ട തുണികൾ എടുക്കാൻ വേണ്ടി ഞാൻ ടെറസിൽ കയറി. അപ്പോഴുണ്ട് അവർ, അതായത് ഗീത ചേച്ചി അവരുടെ മുറ്റത്ത് നിൽക്കുന്നു. എന്നിട്ട് താഴെ അച്ഛനോട് എന്തോ ചോദിക്കുന്നു. ഇന്ന് വരുന്നില്ലേന്നോ നാളെ വരുമോന്നോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കൈകൊണ്ട് എന്തോ ആംഗ്യം കാണിക്കുന്നു. അച്ഛൻ തിരിച്ച് എന്തോ കാണിക്കുന്നു. അതുകൊണ്ട് അവർ നാണത്തോടുകൂടി ചിരിക്കുന്നു. ഇനി ഉച്ചയൂണ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ വരാം, ഉച്ചയ്ക്കും അപ്പം തരാം എന്നാണോ? പലവിധ പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. അവർക്ക് ഭർത്താവില്ല, മരിച്ചു പോയതാണ്, ഒറ്റ തടിയാണ്. പിന്നെ ഒരു മകളുണ്ട്, അവളുടെ കല്യാണം കഴിഞ്ഞതാണ്. ഇവരെക്കുറിച്ചിട്ട് നാട്ടുകാരൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാലും നല്ല പണമുള്ള ഒറ്റ തടിയുള്ള എൻ്റെ അമ്മായിച്ചൻ. അവർ കണ്ണും കലാശവും കാണിച്ച് ഇറച്ചിക്കറി അപ്പമൊക്കെ കൊടുത്ത് അച്ഛനെ ഇപ്പോഴേക്കും കൈക്കലാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അച്ഛന് ഭാര്യയില്ല, ആരോഗ്യത്തിന് കുറവുമില്ല. ഇവർ തമ്മിൽ നല്ല ഡീപ്പ് റിലേഷൻ ആയി കാണും എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ രാവിലെ അങ്ങോട്ട് പോകുന്നത്. ഈ സ്ത്രീയെ വിവാഹം കഴിച്ചുകൊണ്ട് ഇനി ഇങ്ങോട്ട് കൊണ്ടുവരുമോ? എൻ്റെ മനസ്സിൽ ആകെ കൂടി വല്ലാത്ത വിഷമവും വേവലാതിയായി. എൻ്റെ ഭർത്താവിനോട് ഇതൊന്നും പറയാൻ പറ്റില്ല. ഭർത്താവാണെങ്കിൽ പറയും, അച്ഛൻ അങ്ങനൊന്നുമില്ല, നിൻ്റെ സംശയമായല്ലാന്നും. അങ്ങേരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഉച്ചയ്ക്ക് എന്തായാലും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഊണെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഊണ് കഴിച്ചു. ഒന്നും മിണ്ടിയില്ല. കാര്യം ഞങ്ങൾ തമ്മിൽ പടലപ്പിണക്കമാണല്ലോ. അത് കഴിഞ്ഞ് പുള്ളി റെസ്റ്റ് ചെയ്യാൻ പോയി. ഒരു 2 മണിയൊക്കെ ആയപ്പോഴില്ലേ അച്ഛൻ്റെ മുറിയുടെ അതുവഴി ഞാനിന്ന് പോയി. എന്തെടുക്കുകയാണെന്ന് അറിയണമല്ലോ. ഉച്ചയുറക്കമാണോ അതോ ഇനി അവളോട് സൊല്ലുകയാണോ എന്നൊക്കെ ആർക്കറിയാം എന്ന് വിചാരിച്ചു. ഓ, ഇപ്പം പിന്നെ അവർക്ക് ഊണിൻ്റെയൊക്കെ സമയമല്ലേ, അവർ ബിസി ആയിരിക്കും എന്ന് മനസ്സിൽ വിചാരിച്ചു. ഞാൻ ചെന്നപ്പോഴുണ്ട് ഷർട്ട് ഇടാതെ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ അപ്പം ഞാൻ ഓർത്ത്, ഇത് കൊള്ളാലോ, ഇങ്ങനെ പ്രായമായിട്ടും അഴകും കാര്യങ്ങളൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ, കൊള്ളാം എന്നിട്ട് മനസ്സിൽ ഒരു ഇംപ്രഷൻ തോന്നി. പിന്നെ ഞാനിങ്ങനെ നോക്കി, പുള്ളി എന്നെ കാണുന്നില്ല കേട്ടോ, മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കണം. ചാറ്റ്, കളവന് പ്രായമായിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ എൻ്റെ മനസ്സ് പറഞ്ഞു. പെട്ടെന്ന് എന്നെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ നിൽക്കുന്നു. എന്താ മോളെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛന് കഥകളി അറിയാമോ? എന്താ നീ അങ്ങനെ ചോദിച്ചത്? അതിന് കഥകളിയൊന്നും അല്ലല്ലോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെനിക്കറിയാം, നല്ല കാര്യങ്ങളൊന്നും അച്ഛൻ കാണില്ലല്ലോ. നീ എന്താടി നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, വഴക്കുണ്ടാക്കാൻ വന്നതാണ്. അതിനെ കൊടുത്ത് എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇവിടെ നിന്ന് കൈയും കലാശവും കാണിക്കുന്നത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? ആരോട് എന്ത് കൈയും കലാശവും കാണിച്ചാൽ നീ പറഞ്ഞത്? ഇന്ന് രാവിലെ ഗീത മുറ്റത്തുനിന്ന് എന്തോ കാണിക്കുന്നു, അച്ഛനും കാണിക്കുന്നുണ്ട്. 2 പേരും കൂടെ എന്തുവായിരുന്നു പറഞ്ഞത്? ഇന്ന് രാത്രി കാണാമെന്നാണോ? അപ്പോഴേക്ക് അച്ഛൻ ചോദിച്ചു, ഛീ, നീ ഇങ്ങനെയൊക്കെ എന്തിനാ സംസാരിക്കുന്നത്? നിനക്കെന്താ സംശയരോഗമാണോ? അത് നിൻ്റെ ഭർത്താവിനോട് പോരെ? ഞാൻ നിൻ്റെ അമ്മായിച്ചനാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മായിച്ചനാണെങ്കിൽ ഞാൻ സഹിക്കില്ലെന്ന്. അപ്പോൾ നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെ, എനിക്ക് പ്രശ്നമുണ്ട്. എൻ്റെ പ്രശ്നം തീർത്തരാൻ ഇപ്പം ഇവിടെ ഒരാളേ ഉള്ളൂ. അങ്ങനെ കണ്ടവരുടെ കടയിൽ പോയി അപ്പം തിന്നേണ്ട കാര്യമില്ല. ഞാനിവിടെ ഉണ്ടാക്കി വെച്ച അപ്പമുണ്ട്, അത് കഴിക്കാതെ വേറെടുത്ത് പോയി കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. നിനക്ക് എന്തിൻ്റെയോ കുഴപ്പമുണ്ടെന്ന് പിന്നെയും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, എനിക്ക്
കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് അങ്ങ് ചെന്നു. പടർന്നു കയറുന്ന ഒരു താമര വള്ളി പോലെയായിരുന്നു ഞാൻ. പുള്ളി അത്ഭുതപ്പെട്ടു. നീ എന്തൊക്കെയായി കാണിക്കുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, എത്ര പ്രതിഷേധമുയർത്തിയാലും ഇവിടെ നിന്ന് ഞാൻ പിന്മാറില്ല. നീ എൻ്റെ മരുമോളാ. ഞാൻ പറഞ്ഞു, അതെ മരുമോളാ, മോളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ഗീതയുമായിട്ടൊരു ബന്ധം ഞാൻ സമ്മതിക്കില്ല. ഇടി, നീ നിന്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് അമ്മായച്ചൻ്റെ കാര്യമാണ് ഞാൻ നോക്കുന്നത്. ഇന്ന് കാര്യങ്ങൾ സാധിച്ചിട്ട് ഞാൻ പിന്മാറുമെന്ന് പറഞ്ഞു. പിടിവലിയുടെ ആരംഭമായിരുന്നു. പക്ഷേ ഈ ഒരു മൽപ്പിടുത്തത്തിൽ സ്ത്രീകൾ പെട്ടെന്ന് ജയിക്കും, പുരുഷന്മാർ തരളിതരായി പോകും. അതുകൊണ്ട് തന്നെ തങ്കരഥത്തിൽ കയറിയിരുന്ന് അന്ന് താമരവള്ളി പോലെ ഞാൻ ഉലഞ്ഞാടി. അത് അദ്ദേഹത്തിനും ഒത്തിരി റിലാക്സേഷനാണെന്ന് തോന്നുന്നു. ഗീതയുമായിട്ട് ചിലപ്പോൾ കൈയും കാലും കാണിക്കുന്നത് മാത്രമേ ഉണ്ടാകുള്ളൂ. ഭാര്യയൊക്കെ മരിച്ചുപോയി അദ്ദേഹം നിരാശനായി നിൽക്കുകയില്ലേ. എന്തൊക്കെയോ ഉൾക്കുത്തുകളുണ്ടായിരിക്കാം. പക്ഷേ ഒന്നും നടന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നി. കിട്ടിയത് മുഴുവനും എനിക്ക് വേണ്ടി തരുന്ന ഒരു വസന്തം പോലെയാണ് എനിക്ക് തോന്നിയത്. കൊള്ളാം. പണ്ട് ഞാൻ ഓർത്തിരുന്നു, പഴയ കാമുകന്മാരെ എനിക്ക് മിസ് ചെയ്തു. പലവട്ടം പൂക്കാലം കാണാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഒഴിവാക്കി. ആ തെറ്റായിരുന്നു. ഇന്ന് ഞാൻ പൂക്കാലമല്ല, വസന്തം തീർക്കും എന്നെനിക്ക് മനസ്സിലായി. അച്ഛനേക്കാൾ എപ്പോഴും മകൻ ഇത്തിരി മുകളിലേക്ക് നിൽക്കും തട്ട്, അച്ഛൻ്റെ തട്ട് താഴേക്ക് നിൽക്കുമെന്ന് അന്നെനിക്ക് മനസ്സിലായി. അടിത്തട്ട് അന്ന് കലങ്ങി മറിഞ്ഞു. ഭംഗിയായി ഒരു കാര്യം കലാശിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. പക്ഷേ പിറ്റേ ദിവസം 2 മണിയായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എനിക്ക് അത്യാവശ്യമായിട്ട് വെളിയിൽ പോകാനുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരുങ്ങിപ്പോയി. അതെനിക്ക് വല്ലാത്ത ഇച്ഛാഭംഗമായിരുന്നു. ഓടിച്ചെന്ന എന്നെ ഓടിച്ചു വിട്ടു എന്നുള്ള അവസ്ഥയായിരുന്നു എൻ്റെ മനസ്സിൽ. സത്യം പറഞ്ഞാൽ അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ആരംഭിക്കുകയായിരുന്നു. പിന്നെ രാത്രിയാണ് പുള്ളി വന്നത്. ഞാൻ അകത്തേക്ക് കയറിയപ്പോഴേക്കും അദ്ദേഹത്തെ കൈക്ക് പിടിച്ച് വലിച്ച് സെറ്റിയിലേക്ക് ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അവഗണിക്കുന്നത് ഞാൻ സമ്മതിക്കില്ല. ഒരു വട്ടം എനിക്ക് ഒരു ലൈസൻസാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് നീ വളരെയധികം കോട്ടകൾ താണ്ടി വന്നതുകൊണ്ട് നടന്നു പോയതാണ്. ഇനി ഞാൻ തന്നെ പ്രതിരോധം സൃഷ്ടിക്കുകയാണ്. എൻ്റെ മകനെ ഞാൻ ഒരിക്കലും വഞ്ചിക്കില്ല. നീ എൻ്റെ മരുമകളാണെന്ന് ഞാൻ പറഞ്ഞു. 1 നടന്നാലും 9 നടന്നാലും 9000 നടന്നാലും ഒരുപോലെയാണ്. അതുകൊണ്ട് ഞാൻ പിന്മാറില്ല. എനിക്ക് അത്യാവശ്യമുണ്ട്. അതിനിപ്പോൾ പുറത്തുനിന്ന് ഓൺലൈനായിട്ട് ഒന്നും ആരും കൊണ്ടുവന്ന് തരില്ലല്ലോ. ഇവിടുള്ളത് തന്നെ എനിക്ക് ഉപയോഗയോഗ്യമാക്കണം എന്ന് ഞാൻ പറഞ്ഞു. പുള്ളി ആദ്യമൊന്നും സമ്മതിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇതൊക്കെ റിസ്ക്കാണ്, ശരിയാകില്ല. ഞാൻ പറഞ്ഞു, ഒന്ന് ശരിയായല്ലോ, അതുകൊണ്ട് ഇനിയും ശരിയാകും. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല, കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അനാവശ്യമായിട്ടുള്ള അടുപ്പമുണ്ടായിക്കഴിഞ്ഞാൽ സെൻറ്റിമെൻറ്റ്സ് കൂടും. ഇപ്പം തന്നെ ഗീതയും ഞാനും തമ്മിൽ സംസാരിക്കാൻ പോലും നീ സമ്മതിക്കുന്നില്ല. അവളാണെങ്കിൽ എൻ്റെ നല്ലൊരു അടുപ്പക്കാരിയാണ്. ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ മനസ്സിലെന്താണ്? അവരെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനാണോ, അതോ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടാനാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, എടി, എന്തായാലും എനിക്ക് ഇത്രയും പ്രായമായി, എന്നേക്കാൾ 10 വയസ്സിന് ഇളയതാണ് അവളാകും എനിക്ക് കുറച്ചുകൂടെ നല്ല പാർട്ട്ണർ. നമ്മളാകുമ്പോൾ നാളെ അത് റിസ്ക് ആകും. ഇതാകുമ്പോൾ വളരെ സേഫായും സന്തോഷമായും മുന്നോട്ട് പോകും. അവൾക്കും ആവശ്യങ്ങളുണ്ട്, എനിക്കും ആവശ്യങ്ങളുണ്ട്. രണ്ടും പൊരുത്തപ്പെട്ടു പോകും. അപ്പോൾ എൻ്റെ ആവശ്യത്തിന് ഒരു വിലയുമില്ലേ? ഈ കല്യാണം ഞാൻ നടത്തില്ലെന്ന് അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു. കല്യാണമൊന്നും കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല, അവൾക്കുമില്ല. ഇപ്പം ബന്ധുക്കളും നാട്ടുകാരെല്ലാം ഉണ്ട്. ഇനിയിപ്പം അവളെ പോയി ഞാൻ കല്യാണം കഴിക്കാൻ പറ്റുമോ? കല്യാണമൊന്നുമല്ല ഞങ്ങളുടെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ആരും അറിയാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു പരസ്പര സഹായ നിധി, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ നിധി ഇവിടെയും വർക്കൗട്ട് ആകണമെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഗീതയുമായിട്ടുള്ള ബന്ധത്തെ നീ എതിർക്കരുത്. ഒരു വശത്ത് അത് നടന്നു പോകണം. നിന്നെപ്പോലെ തന്നെ ഒരു സ്ത്രീയാണ്, അവർക്ക് ഭർത്താവില്ല, നിനക്ക് ഭർത്താവെങ്കിലുമുണ്ട്. അത് നീ ആലോചിക്കണം. പിന്നെ അതുപോലെ ഒന്നിലൊതുങ്ങാത്ത നീ എന്തിനാണ് എന്നെ കുറ്റം പറഞ്ഞതെന്ന് ചോദിച്ചു. അങ്ങനെ വാഗ്വാദങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, അത് ന്യായമാണ്. അദ്ദേഹവും ജീവിതത്തിൽ സന്തോഷങ്ങൾ അനുഭവിക്കട്ടെ, പക്ഷേ എൻ്റെ സന്തോഷങ്ങൾക്ക് ഒരു മുട്ടും ഉണ്ടാകരുത് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ നിർബന്ധം മൂലം പിന്നെയും ഞങ്ങൾ സ്നേഹധാരയൂറി വന്ന അരയന്നങ്ങളെപ്പോലെ മാനസ സരസിൽ നീന്തി തുടിച്ചു. പിന്നെ ഗീതയുടെ കാര്യം പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടില്ല. അവരായി അവരുടെ പാടായി, അവരുടെ സമയത്ത് അവരുടെ സ്പേസ്, എൻ്റെ സമയത്ത് എൻ്റെ സ്പേസ്, അത്രയേ ഉള്ളൂ.
പ്രാക്ടിക്കലായി ഞാൻ ചിന്തിക്കാൻ പഠിച്ചു. എങ്കിൽ മാത്രമേ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങുകയുള്ളൂ. ഇതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് വന്നിരുന്നു. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അദ്ദേഹത്തോട് കൂടുതൽ സ്നേഹത്തോടുകൂടി പെരുമാറി. അങ്ങനെ പുള്ളിക്കാരന് സന്തോഷമുണ്ടായിരുന്നു. 3 മാസം ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് ചില മിസ്സിങ്ങുകൾ ഉണ്ടായിരുന്നു. അമ്മായിച്ചൻ അപ്പുറത്തെ മുറിയിലുണ്ട്. ഗീതയുമായി അദ്ദേഹം അനാവശ്യമായി അടുക്കുമോ, എൻ്റെ ഹസ്ബൻഡ് പോയി കഴിയുമ്പോഴേക്കും എന്നോടുള്ള അടുപ്പം കുറയുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു. പക്ഷേ ഏകദേശം അങ്ങനെയൊക്കെ സംഭവിച്ചു. മകൻ പോയ ശേഷം പുള്ളി ഇത്തിരി ഇനാക്റ്റീവായിരുന്നു. ഞാൻ പറഞ്ഞു, പറ്റില്ല, ഒരിടത്ത് ആക്റ്റീവ് ആകാൻ പറ്റുമെങ്കിൽ ഇവിടെയും ആക്റ്റീവ് ആകാൻ പറ്റും, അടങ്ങിയിരിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയപ്പോഴാണ് പുള്ളി ഓക്കെ ആക്കിയത്. ഇഷ്ടമുള്ളത് നേടിയെടുക്കാൻ നല്ല പ്രയത്നം വേണം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സ്മൂത്തായിട്ട് പോവുകയായിരുന്നെങ്കിലും എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. കാര്യം എൻ്റെ ചില ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരുന്നു. അങ്ങനെ എനിക്കും അബദ്ധം പറ്റി. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ചനോട് ഒത്തിരി വഴക്ക് പറഞ്ഞു. നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്ക് എന്തിൻ്റെ കേടാണ്? നീ ശ്രദ്ധിക്കണ്ടേ? നീ എന്നോട് പറഞ്ഞത് പ്രവർത്തിച്ചതുമൊക്കെ ഇങ്ങനെയായിരുന്നോ, ഇതിനായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിനെ വിളിച്ചു വരുത്താം. കാര്യം പുള്ളി ഗൾഫിൽ നിന്ന് വരട്ടെ, അമ്മയുടെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ മതി, പെട്ടെന്ന് വരും. അപ്പം നിങ്ങൾക്ക് രാമേശ്വരത്തോ കാശിയിലോ എവിടെ വേണമെങ്കിലും പോകാം, കാര്യങ്ങൾ ക്ലിയർ ആകും. ഇത് മകൻ്റെ രീതിയിൽ അങ്ങ് പോകുമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, പറ്റില്ല, കാര്യങ്ങളെല്ലാം വരുന്നതിന് മുമ്പ് ക്ലിയർ ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഡോക്ടറെ കണ്ടു. അച്ഛന് അറിയാവുന്ന ഡോക്ടറായതുകൊണ്ട് അത് എങ്ങനെയൊക്കെയോ സാധിച്ചു. എന്തായാലും അപ്പോഴേക്ക് ഹസ്ബൻഡിനെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിനനുസരിച്ച് എല്ലായിടത്തും പോയിട്ട് വന്നെങ്കിലും എനിക്ക് പഴയതുപോലെ ഭർത്താവിനോട് നന്നായി സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അമ്മായിച്ചനോടാകുമ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല. അദ്ദേഹമാണ് എൻ്റെ നാഥനെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഹസ്ബൻഡിനോട് എൻ്റെ മനസ്സ് ഡിറ്റാച്ച്ഡാണ്. അദ്ദേഹം ആവേശത്തോടുകൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തണുപ്പൻ മട്ടാണ്. എന്ത് പറ്റിയെന്ന് ഹസ്ബൻഡ് ചോദിച്ചു. ആദ്യ ദിവസങ്ങളിൽ വഴക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് മാനസികമാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ചികിത്സയ്ക്ക് പോകണം, അല്ലെങ്കിൽ റെഡിയാകില്ല. ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്, അതിനാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിക്കുകയാണ്. എൻ്റെ ഭർത്താവിനോട് ഞാൻ ഒത്തിരി ഡിറ്റാച്ച് ആയിരിക്കുന്നു. എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാം മാഡം എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം ഓർക്കുക, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എടുത്തു ചാടുന്നു. പക്ഷേ ജീവിതത്തിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്ത ബോധമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടുന്ന പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യരുത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകാൻ പറ്റും. നിങ്ങൾക്ക് ആദ്യം പറ്റില്ല. അമ്മാച്ചൻ അവിടെ ഉണ്ടായിരുന്നു, ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഗീത എവിടെയുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് പോയൊരു സ്ത്രീയാണ്. പിന്നെ ഇങ്ങനൊരു കാര്യം അബദ്ധം സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അമ്മായിച്ചനെ വേറെന്തോ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് അങ്ങനെ നിങ്ങൾ അനാവശ്യ സെൻറ്റിമെൻറ്റ്സും വാദങ്ങളും ഒക്കെ ഉയർത്തി സ്വന്തം ഭർത്താവിനെ ഇതൊക്കെ നിഷേധിക്കേണ്ട കാര്യമുണ്ടോ? പുള്ളി എന്ത് പിഴച്ചു? നല്ല സ്നേഹമുള്ള മനുഷ്യൻ നിങ്ങളെ സ്നേഹിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളോരോ കുരുത്തക്കേടുകൾ കാണിച്ചിട്ട് അദ്ദേഹത്തിനോട് സ്നേഹം നിഷേധിക്കുകയാണ്. അത് ന്യായമാണെന്നോ അല്ലെങ്കിൽ നല്ല കാര്യമാണെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഭർത്താവിനോടും നിങ്ങളോടും നിങ്ങളുടെ വൈവാഹിക ജീവിതത്തോടും ഉത്തരവാദിത്തം വേണം. ആ ഉത്തരവാദിത്തമാണ് എന്ത് തരികട കാണിച്ചെന്ന് പറഞ്ഞാലും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ മാത്രം നമ്മുടെ മനസ്സിനെ ശക്തമാക്കുന്നത്. തെറ്റുകൾ മനുഷ്യർക്ക് സംഭവിക്കാം, പക്ഷെ എന്ന് വെച്ചിട്ട് അത് പാർട്ണർ അനുഭവിക്കേണ്ട യാതൊരു കാര്യമില്ല. ആദ്യമേ തെറ്റ് കാണിക്കാൻ മടിയില്ലാത്ത, അതെല്ലാം ന്യായീകരിച്ച് ബുദ്ധിപൂർവ്വം മുന്നേറി നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ മാത്രമായിട്ട് അനാവശ്യ സെൻറ്റിമെൻറ്റ്സോ അകൽച്ചയോ കാണിക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങളുടെ ജീവിതം ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഇതിൽ അലംഭാവം കാണിക്കരുത്. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ എല്ലാം കൈവിട്ട് പോയെന്നിരിക്കാം. അതുകൊണ്ട് ഈ അവസരത്തിൽ അമിത സെൻറ്റിമെൻറ്റ്സുകൾ ഒഴിവാക്കുക. ഭർത്താവിനോട് നല്ല സ്നേഹം പ്രകടിപ്പിക്കുക. അത് നിങ്ങളുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. ഇനി അതിനെ പറ്റിയില്ലെങ്കിൽ ഹസ്ബൻഡ് പറഞ്ഞതുപോലെ കൗൺസിലിങ്ങിന് പോകാം. ഹസ്ബൻഡ് മുന്നേ വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും ഒരു കൗൺസിലിങ്ങിൽ 2 പേർക്കും തനി സെഷൻസ് ഉണ്ട്. അവിടെ വെച്ച് നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് ചർച്ച ചെയ്ത് കരകയറാം. ഹസ്ബൻഡ് അറിയേണ്ട കാര്യമില്ല. എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഏത് കാര്യത്തിനും റെഡിയായ നിങ്ങൾ എന്തിനാണ് ഭർത്താവിനെ വെറുക്കേണ്ട കാര്യം? അത് ആലോചിച്ച് നോക്കുക. ലോജിക്കൽ മനസ്സിലാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. പിന്നെ കൗൺസിലിങ്ങിന് പോകുമ്പോഴേക്കും തനിച്ച് സംസാരിക്കാനുള്ള അവസരമുണ്ട്. ആ സമയത്ത് പറഞ്ഞിട്ട് ഹസ്ബൻഡ് അറിയാതെ ഇത് പരിഹരിക്കാം കേട്ടോ.